കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഫലമായി കൗരവരുടെ മേൽ പാണ്ഡവരുടെ വിജയം 36 വർഷം ഹസ്തിനപുരയിൽ അവരുടെ ഭരണം സ്ഥാപിച്ചു. അതിനുശേഷം മോക്ഷം നേടാൻ എല്ലാവരും തീരുമാനിച്ചു. അവർ സ്വർഗത്തിലേക്ക് യാത്ര തുടങ്ങി. സ്വർഗത്തിലേക്ക് നയിക്കുന്ന പർവ്വതത്തിന്റെ പേരാണ് സ്വർഗരോഹിണി. പാണ്ഡവരും ദ്രൗപദിയും ചേർന്ന് ഒരു നായോടൊപ്പം യാത്ര ആരംഭിച്ചു. വഴി എളുപ്പമായിരുന്നില്ല. ഓരോരുത്തരായി മരിക്കുവാൻ തുടങ്ങി. ആദ്യം ദ്രൗപദി, പിന്നെ നകുലനും സഹദേവനും, അർജുനനും, ഒടുവിൽ ഭീമനും. അമിതമായി പ്രതികരിക്കുന്നതിനും മറ്റുള്ളവരുടെ വിശപ്പിനെ കുറിച്ച് ചിന്തിക്കാതെ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് കാരണം ഭീമന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചില്ല. അർജുനനാവട്ടെ ലോകത്തിലെ ഏറ്റവും വിദഗ്ധനും ശക്തനുമായ യോദ്ധാവ് താനാണെന്ന് കരുതി അഹങ്കാരത്തിന്റെയും മായയുടെയും ദുഷ്ഫലങ്ങളാൽ അർജുനനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചില്ല. ലോകത്തിലെ ഏറ്റവും സുന്ദരനായ വ്യക്തി താനാണെന്ന് കരുതിയതിന് നകുലനും തന്റെ അറിവിലും ധിക്കാരത്തിലും അഹങ്കാരം കാണിച്ചതിന് സഹദേവനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചില്ല. തന്റെ മറ്റു ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ അർജുനനെ സ്നേഹിച്ചതു കാരണം ദ്രൗപദിക്കും സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിച്ചില്ല. യുധിഷ്ഠിരനും നായയും മാത്രമായിരുന്നു സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിച്ചത്. യുധിഷ്ഠിരൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ സഹോദരന്മാരായ കൗരവരെയും കണ്ടു. കൗരവരെ കണ്ട കോപത്തിൽ ഇന്ദ്രനോട് ചോദിച്ചു, എങ്ങനെയാണ് കൗരവരും അധർമ്മികളും സ്വർഗത്തിൽ ഇടം നേടുന്നത്? അവരായിരുന്നു യുദ്ധത്തിന്റെ കാരണം. ഇന്ദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, കുരുക്ഷേത്ര ഭൂമി തന്നെയാണ് ഇതിന് പിന്നിലെ കാരണം. കുരുവംശത്തിലെ കുരുരാജാവിന്റെ പേരിലാണ് ഈ ദേശം അറിയപ്പെടുന്നത്. കുരു നാട്ടിലെത്തിയ കാലം ഉത്തരാദേവി എന്നറിയപ്പെടുന്നു. തന്റെ ധർമ്മപ്രവർത്തികളാൽ മഹാവിഷ്ണുവിനെ സ്തുതിക്കുകയും ഈ നാട്ടിൽ 8 നല്ല ഗുണങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തു. മഹാവിഷ്ണു അദ്ദേഹത്തിന് ഒരു വരം നൽകി. തന്റെ കർത്തവ്യം ചെയ്യുന്നതിനിടയിൽ മരിക്കുന്ന ഏതൊരു വ്യക്തിക്കും എല്ലാ ദോഷങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയും സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കുകയും ചെയ്യും എന്നായിരുന്നു ആ വരം. കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിച്ച കൗരവർക്കെല്ലാം സ്വർഗത്തിൽ ഇടം ലഭിക്കാൻ കാരണവും ഇത് തന്നെയാണ്. ഇവിടെയാണ് കർമ്മത്തിന്റെ സങ്കീർണത. നമ്മുടെ സ്വന്തം പ്രവർത്തികൾ ശരിയോ തെറ്റോ എന്ന് നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കില്ല.